2025 മെയ് 7 നടക്കാനിരിക്കുന്ന കോൺക്ലേവിന് മുൻപ് തന്നെ 28 ഏപ്രിൽ തിങ്കളാഴ്ച ഫ്രാൻസിസ് പാപ്പായുടെ വിയോഗത്തിന് ശേഷം 5ാമതും കർദിനാൾ സംഘം വിളിച്ചുകൂട്ടിയിരുന്നു. 150ഓളം കർദിനാൾമാർ പങ്കെടുത്ത യോഗത്തിൽ യുദ്ധങ്ങളും മൂല്യച്യുതികളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷവൽക്കരണത്തിനെതിരായുള്ള വെല്ലുവിളികളും നാനാവിധ വിശ്വാസ സമൂഹങ്ങളുമായുള്ള ബന്ധങ്ങളും നിലവിൽ കത്തോലിക്ക സഭ നേരിടുന്ന സഭയ്ക്കുള്ളിൽ പലയിടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അസന്മാർഗിക വ്യതിചലനങ്ങളുമായിരുന്നു പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടത്. യോഗത്തിനിടയിൽ ഏകദേശം 20ഓളം കർദിനാൾമാർ സഭയുടെ ഭാവിയെക്കുറിച്ച് ഊന്നൽ നൽകുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതേസമയം മെയ് 7 നടക്കാനിരിക്കുന്ന കോൺക്ലേവിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. വത്തിക്കാൻ സമയം രാവിലെ ഏകദേശം 9 മണിക്ക് പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ഇന്നിന്റെ ഒട്ടനവധി പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്തിൽ സഭയെ നയിക്കുവാൻ കാര്യപ്രാപ്തിയും ചാലകശക്തിയുമുള്ള ഒരു വലിയ ഇടയന്റെ ആവശ്യകതയെക്കുറിച്ചും കർദിനാൾ സംഘത്തിൽ സംസാരിക്കുകയുണ്ടായി. യോഗത്തിൽ അടുത്ത പേപ്പൽ സ്ഥാനം ഏറ്റെടുക്കുവാൻ യോഗ്യതയുള്ള 80 വയസ്സിനും താഴെ പ്രായമുള്ള 135 കർദിനാൾമാരിൽ 100ഓളം കർദിനാൾമാർ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സി ഡൊമിനിച്ചി ഗ്രേഗിസ് ആവശ്യപ്പെടും പ്രകാരമുള്ള ഓത്ത് ഓഫ് സീക്രസി പുതുക്കുകയുണ്ടായി. സീതെ വെക്കാന്റെ സമയത്ത് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കും വരെയുള്ള സമയം വത്തിക്കാനിലെ ദൈനംദിന കാര്യക്രമങ്ങൾ വത്തിക്കാൻ കാര്യസ്ഥ ചുമതലയുള്ള കർദിനാൾ കെവിൻ ഫാരലായിരിക്കും നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ കർദിനാൾ കെവിൻ ഫാരലിന്റെ നേതൃത്വത്തിലാണ് കർദിനാൾ സംഘത്തിന്റെ പുതിയ രൂപീകരണ ക്രമം നടപ്പിൽ വന്നത്. സാമ്പത്തിക ഉപദേശക സമിതിയുടെ നടത്തിപ്പുകാരനായി ജർമ്മൻ ആർച്ച് ബിഷപ്പായ കർദിനാൾ റെയ്നാർഡ് മാക്സ് ചുമതലയേറ്റു. അതേസമയം 3അംഗ സമിതിയിൽ ഫിലിപ്പൈൻസിലെ സഭാധ്യക്ഷനായ കർദിനാൾ ലൂയിസ് അന്റോണിയോ ടാഗലും ഫ്രാൻസിലെ സഭാധ്യക്ഷനായ ഡൊമിനിക് മാംബർട്ടിയും തിരഞ്ഞെടുക്കപ്പെട്ടു. മെയ് 7 കോൺക്ലേവിന് മുൻപ് ഓരോ ദിവസവും രാവിലെ 9 മുതൽ കർദിനാൾമാരുടെ യോഗം ചേരലുണ്ടായിരിക്കും. മെയ് ദിനമായ മെയ് 1 വ്യാഴാഴ്ചയും മെയ് 4 ഞായറാഴ്ചയുമാണ് സംഘം ചേരലിന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.